Work and Energy Part 5 video. Work done by uniform force. യൂണിഫോം ഫോഴ്സ് കാരണമുണ്ടാവുന്ന വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയുന്നതാണ് വർക്ക് W ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. കറക്റ്റ് പൊസിഷൻ വെക്ടറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ വർക്ക് WFI ഈക്വൽ ടു ഇൻ്റഗ്രൽ RI ടു RF വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ആർ. ഇവിടെ നമ്മളുടെ വെക്ടർ എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് എഫ് ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. സോ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? WFI ഈക്വൽ ടു ഇൻ്റഗ്രൽ RI ടു RF F0 എൻ ക്യാപ്പ് ഡോട്ട് ഡി ആർ. വെക്ടർ ഡി ആർ ആണ്. ഇതിന് നമുക്ക് വെക്ടർ ഡി ആറിനെ 3 ഡയമെൻഷനിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? WFI ഈക്വൽ ടു F0 എൻ ക്യാപ്പ് ഡോട്ട് ഇൻ്റഗ്രൽ DXI ക്യാപ്പ് പ്ലസ് DYJ ക്യാപ്പ് പ്ലസ് DZ K ക്യാപ്പ്. ഡി ആറിനെ നമ്മൾ 3 ഡയമെൻഷനിൽ എഴുതിയതിനെ കൊണ്ടാണ് DXI ക്യാപ്പ് പ്ലസ് DYJ ക്യാപ്പ് പ്ലസ് DZ K ക്യാപ്പ് എന്ന് കിട്ടുന്നത്. ലിമിറ്റും അതേപോലെ 3 ഡയമെൻഷനിൽ എഴുതുമ്പം RIക്ക് പകരം XI YI ZI വരും. RFന് പകരം XF YF ZF എന്നും കിട്ടും. സോ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ WFI ഈക്വൽ ടു F0 എൻ ക്യാപ്പ് ഡോട്ട് XF മൈനസ് XI ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് YF മൈനസ് YI ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് ZF മൈനസ് ZI ഇൻറ്റു കെ ക്യാപ്പ്. ഈ ഒരു ഫോമിൽ എഴുതാൻ സാധിക്കും. സോ WFI ഈക്വൽ ടു F0 എൻ ക്യാപ്പ് ഡോട്ട് RF മൈനസ് RI F0 എൻ ക്യാപ്പ് ഡോട്ട് വെക്ടർ RF മൈനസ് RI എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് AB കോസ് തീറ്റയാണ്. അതേപോലെ WFI ഈക്വൽ ടു F0 കോസ് RF മൈനസ് RI എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ F0 കോസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ RF മൈനസ് RI വെക്ടർ RI. അതാണ് നമ്മളുടെ വർക്കിൻ്റെ ഇക്വേഷൻ. സോ നമുക്കെന്ത് പറയാൻ പറ്റും? ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഹിയർ ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ദ വർക്ക് ഡിപ്പെൻഡ്സ് only on the displacement, not on the path followed. So path independent ആണ്. വർക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കാരണം ചെയ്യുന്ന സമയത്ത് എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വർക്ക് ഡൺ ബൈ സെൻട്രൽ ഫോഴ്സ്. ഒരു സെൻട്രൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ പറ്റിയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ഫോഴ്സ് വിച്ച് ആക്ട് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ ഒറിജിൻ ഈസ് കോൾഡ് സെൻട്രൽ ഫോഴ്സ്. ഒറിജിനിൽ നിന്ന് എവേ അല്ലെങ്കിൽ ടുവേർഡ്സ് ആയി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. സെൻട്രൽ ഫോഴ്സ് വെക്ടർ എഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷനാണ് WFI ഈക്വൽ ടു ഇൻറ്റഗ്രൽ RI ടു RF വെക്ടർ എഫ് ഡോട്ട് ഡി ആർ. ഈ വെക്ടർ എഫിന് നമ്മൾ മേലെ കൊടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ WFI ഈക്വൽ ടു ഇൻറ്റഗ്രൽ RI ടു RF എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ഡോട്ട് വെക്ടർ ഡി ആർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വെക്ടർ ഡി ആറിനെ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ആർ ക്യാപ്പ് ഡി ആർ പ്ലസ് തീറ്റ ക്യാപ്പ് ആർ ഡി തീറ്റ എന്ന് കിട്ടും. ഈ വാല്യൂ മേലത്തെ വർക്കിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ WFI ഈക്വൽ ടു ഇൻറ്റഗ്രൽ RI ടു RF എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് ഡി ആർ പ്ലസ് തീറ്റ ക്യാപ്പ് ആർ ഡി തീറ്റ. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ വർക്ക് WFI ഈക്വൽ ടു ഇൻറ്റഗ്രൽ RI ടു RF എഫ് ഓഫ് ആർ ഡി ആർ. സോ ഈ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ വർക്ക് ഡൺ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ എൻ പോയിൻറ്റ്സ്. എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് ഈ ഒരു കേസിലും. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് വെക്ടർ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു AXY I ക്യാപ്പ് പ്ലസ് Y സ്ക്വയർ J ക്യാപ്പ് ഫ്രം 0 to 0 to 01 along 2 path in ഫിഗർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് രണ്ട് പാത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഫിഗറിൽ. ഇവിടെയുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ലൈൻ ഇൻറ്റഗ്രലാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് പാത്ത് കൺസിഡർ ചെയ്യാം. അലോങ് ഫസ്റ്റ് പാത്ത് വർക്ക് ഡൺ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ A ഇൻറ്റു XY I ക്യാപ്പ് പ്ലസ് Y സ്ക്വയർ J ക്യാപ്പ് dot dx I cap plus dy j cap.
സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമ്മൾ പഠിച്ചതാണ് I.I എന്ന് പറയുന്നത് 1 ആണ്, J.J എന്ന് പറയുന്നതും 1 ആണ്. പകരം I.J ആണെങ്കിൽ 0, J.I എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? XYൻ്റെ കൂടെയുള്ള ഐ ക്യാപ്പും DXൻ്റെ കൂടെയുള്ള ഐ ക്യാപ്പും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AXY DX എന്ന് കിട്ടും. സിമിലർലി y² j ക്യാപ്പും dy j ക്യാപ്പും പുറത്തൊരു A ഓൾറെഡി ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AY² dy കിട്ടും. സോ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും. ഓർത്ത് വെക്കേണ്ട കാര്യം I.I = J.J = 1 ആണ്. സിമിലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള I.J അല്ലെങ്കിൽ J.I ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് പാത്തിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ DX = 0 വരും. സോ നമ്മൾ മേലെ ഈ ഇക്വേഷൻ്റെ ഫസ്റ്റ് ടേം 0 ആയിരിക്കും, സെക്കൻഡ് ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. y ചേഞ്ച് ചെയ്യുന്നത് 0 to 1 ആണ്. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം A × ഇൻറ്റഗ്രൽ 0 to 1 y² dy എന്ന് എഴുതാം. y² ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y³ വരും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ yക്ക് 1ഉം 0ഉം ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ A/3 ഒബ്റ്റെയിൻ ചെയ്യും. ഇനി രണ്ടാമത്തെ പാത്ത് അലോങ് പാത്ത് 2. ഇവിടെ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമുക്ക് എങ്ങനെയാണ് ആ വേരിയേഷൻ വരുന്നത്? 0 നിന്ന് 1 പിന്നീട് 1 പിന്നെ 0 1 ഇതേപോലെയാണ് വേരി ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ചെയ്താൽ ഇൻറ്റഗ്രൽ F.dr = F.dr ലിമിറ്റ് 0 to 1 ഫസ്റ്റ് കേസായിട്ട് പറയാം. രണ്ടാമത്തെ കേസിൽ ഇൻറ്റഗ്രൽ 10 to 11 F.dr പ്ലസ് തേർഡ് കേസ് ലിമിറ്റ് 11 to 11 F.dr. സോറി, ലാസ്റ്റ് കേസിൽ 11 to 01 ആണ് കേട്ടോ. അപ്പർ ലിമിറ്റ് കൊടുത്തതിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 0 ആണ് വേണ്ടത്, 0 1 ആണ് ഫോം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് F.dr = AXY dx പ്ലസ് AY² dy. ഇവിടെ ഡിഫറെൻറ്റ് പാത്തിൽ നമ്മൾ വാല്യൂ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അലോങ് 0 to 10 എന്ന് പറയുമ്പോൾ y = 0 ആണ്. സോ ഫസ്റ്റ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ബോദർ ചെയ്യേണ്ട. രണ്ടാമത്തെ കേസ് അലോങ് 10 ആണെങ്കിൽ അലോങ് 10 എന്ന് പറയുന്ന to 11 എന്ന് പറയുന്ന കേസിൽ x = 1 ആണ്. അതായത് DX = അവിടെ 0 വരും. ചേഞ്ച് എന്ന് പറയുന്നത് x ആക്സിൽ 0 ആണ്. സോ ആ സെക്കൻഡ് ഇൻറ്റഗ്രലിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 to 11 നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ 10 to 11 AY² dy = A × ഇൻറ്റഗ്രൽ 0 to 1 y² dy എന്ന് കിട്ടും. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ y³ വരും. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ A/3 ഒബ്റ്റെയിൻ ചെയ്യും. ഇനി അതേപോലെ നമ്മുടെ ലാസ്റ്റ് കേസ് 11 to 01, അതായത് നമ്മുടെ ഈ കേസാണ്. ഇവിടെ ഓർത്ത് വെക്കണം, മേലെ 0 1 ആണ്, ഈ പൊസിഷനിൽ 0 1 ആണ്, 11 എന്നാണ് എഴുതിയത്. അതൊന്ന് ചേഞ്ച് ചെയ്യണം. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 11 to 01 വൈൻ്റെ വാല്യൂ 1 ആണ്, dy എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 11 to 01 AX dx = A പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ x dx. സോ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x²/2 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 - 1 എന്ന് പറയുന്ന ടേം വരുന്നതിനെ കൊണ്ട് -A/2 കിട്ടും. സോ ടോട്ടൽ കാണണമെങ്കിൽ നമുക്കിപ്പം കിട്ടിയ 3 വാല്യൂ പ്ലസ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ വാനിഷ് ചെയ്യും നമ്മൾ പറഞ്ഞു. സോ 0 + A/3 - A/2 വരും. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -A/6 കിട്ടും. സോ ഇവിടെ നമുക്ക് -A/6 ആണ് കിട്ടുന്നത്. നേരത്തെ ചെയ്തപ്പോൾ A/3 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നുണ്ട്? രണ്ട് പാത്തിൻ്റെയും കേസിൽ ടോട്ടൽ വർക്ക് ഡിഫറെൻ്റ് ആണ്. രണ്ട് കേസിലും വാല്യൂ രണ്ട് പാത്തിലും ഡിഫറെൻ്റ് ആണ് കിട്ടുന്നത്. സോ ഇൻറ്റഗ്രൽ F.dr അലോങ് ഫസ്റ്റ് പാത്ത് നോട്ട് ഈക്വൽ ടു ഇൻറ്റഗ്രൽ F.dr അലോങ് സെക്കൻഡ് പാത്ത്.